ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ.
നാമം പോന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ജീവനുള്ള ദൈവത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ ഒരുങ്ങുകയാണ്. എന്തുകൊണ്ടാണ് നാം സുവിശേഷം കേൾക്കേണ്ടത്? എന്തുകൊണ്ടാണ് നാം സുവിശേഷം പറയേണ്ടത്? സദൃശവാക്യം 24-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ശലോമോൻ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. അക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ നടപ്പിലുണ്ടായിരുന്ന ഒരു ചടങ്ങിനെക്കുറിച്ചാണത് ഓർപ്പിക്കുന്നത്. എൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ദൈവത്തിന് സ്തോത്രം. അക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു കുറ്റവാളി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ വധിക്കുന്നതിനായിട്ട് കൊണ്ടുപോകുമ്പോൾ അയാളുടെ മുമ്പിൽ, ആ കുറ്റവാളിയുടെ മുമ്പിൽ കാഹളമൂതുവാൻ ആളുകളെ നിയമിക്കും. ആ കാഹളമൂതുമ്പോൾ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഈ കുറ്റവാളിയെ വിസ്തരിച്ചു, അവൻ്റെ മേൽ കുറ്റം തെളിഞ്ഞു, അതുകൊണ്ട് വധശിക്ഷയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ആർക്കെങ്കിലും ഈ കുറ്റവാളിയെ സഹായിക്കാനായിട്ട്, അഥവാ കുറ്റവാളി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു പുതിയ തെളിവ് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയണം. അതനുസരിച്ച് തുടർന്ന് വിസ്തരിക്കുകയും കുറ്റം തെളിഞ്ഞാൽ മാത്രം വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ളതായൊരു ചടങ്ങെന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശലോമോൻ അത് ഓർപ്പിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം വായിക്കാം. കൊലയ്ക്കായി നിശ്വസിക്കുന്നവരെ ഇടിവിപ്പാനായിട്ട് നോക്കുക. എങ്ങനെയെങ്കിലും ഒരാളെ, ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടരുത്, അതിനുള്ളതായ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയണമെന്നാണ് ഓർപ്പിക്കുന്നത്. പറഞ്ഞില്ലെങ്കിലോ അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യനെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? പ്രിയപ്പെട്ടവരെ, നാം പറയേണ്ടത് തക്ക സമയത്ത് ഒരാത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ജീവനുള്ള ദൈവം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അത് മനസ്സിലാക്കുമെന്നും അറിഞ്ഞുകൊണ്ട് സത്യം പറയാതിരിക്കുന്നത് ഒരു ശിക്ഷയായി തന്നെ വരുമെന്നാണ് ശലോമോനോട് ഓർപ്പിക്കുന്നത്. ഇപ്പോഴും നാം ഓർക്കുക, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞായറാഴ്ച അറുക്കേണ്ടതായ അറവ് മാടിനെ അതിൻ്റെ തലേ ദിവസം ആ ഗ്രാമത്തിലെ റോഡിലൂടെയെല്ലാം അവർ ഓടിച്ചുകൊണ്ട് നടക്കും. എന്തിനാണെന്ന് വെച്ചാൽ ആളുകൾ കാണണം, പിറ്റേ ദിവസം അറക്കുന്ന മാട് ഇതാണെന്ന് കാണുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഓടിച്ചുകൊണ്ട് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തന്നെ മനുഷ്യനെ പിശാച് ഓടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കുറ്റവാളിയെ 49-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കാനായിട്ട് സാധിക്കും. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാപം അഥവാ പാതാള പാശങ്ങൾ. മനുഷ്യൻ പാപത്താൽ ബന്ധിക്കപ്പെട്ടവനായി മൃത്യുവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സത്യമാണത്. കാരണം 49-ാം സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യം, മനുഷ്യൻ മൃഗതുല്യനായി മരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നല്ല ബഹുമാനത്തോടും ആദരവോടും കൂടി എല്ലാം കഴിയുന്ന മനുഷ്യൻ മൃഗതുല്യനായിട്ട് മരിക്കുക. 49-ാം സങ്കീർത്തനം സാധാരണക്കാർക്കോ കുറ്റവാളികൾക്കോ മാത്രമായിട്ട്
എഴുതിയ സങ്കീർത്തനമൊന്നുമല്ല. 49 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് ആ സങ്കീർത്തനം വായിക്കേണ്ടതെന്ന്. നമുക്ക് വായിക്കാം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും, ധനവാനും ദരിദ്രനും സ്ഥാനിയും പദവിയുള്ളവനും നിസ്സാരനും എല്ലാവരും ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവരും വായിക്കേണ്ടതാണ്. വിശുദ്ധ വേദപുസ്തകം അത് സഭയിലെ സ്ഥാനികളായാലും വായിക്കണം, ശുശ്രൂഷകന്മാർ വായിക്കണം, ദൈവത്തിൻ്റെ വചനം പറയുന്നവർ വായിക്കണം, സുവിശേഷ വേലക്കാർ വായിക്കണം, കുടുംബിനികൾ വായിക്കണം, വിദ്യാർത്ഥികൾ വായിക്കണം, ഉദ്യോഗസ്ഥന്മാരും യൗവനക്കാരും വാർദ്ധക്യത്തിലുള്ളവരും എല്ലാവരും ദൈവത്തിൻ്റെ വചനം വായിക്കണം. പക്ഷെ ഇവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട്, ജ്ഞാനമുള്ളവർ വായിക്കണം, ധനവാന്മാർ വായിക്കണം, ശ്രേഷ്ഠതയുള്ളവർ വായിക്കണം. ഈ 49 സങ്കീർത്തനം ധനമുള്ളവനും പദവിയുള്ളവനും എല്ലാവരും വായിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ജ്ഞാനപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്. എന്നുവെച്ചാൽ ജ്ഞാനികൾ വായിച്ചിരിക്കേണ്ടതായ പുസ്തകങ്ങൾ, കൂടുതലായിട്ട് ആത്മീയമായ പരിജ്ഞാനം തരുന്നതായ പുസ്തകങ്ങളുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം. സങ്കീർത്തനങ്ങൾ ആശ്വാസദായകമായ സങ്കീർത്തനങ്ങളാണ്. എന്നാൽ 49 സങ്കീർത്തനം ജ്ഞാനപുസ്തകങ്ങളുടെ കൂട്ടത്തിലുള്ളതായ സങ്കീർത്തനങ്ങളാണ്. വേദപുസ്തകത്തിലെ ജ്ഞാനപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നത് ഇയ്യോബിൻ്റെ പുസ്തകവും സഭാപ്രസംഗിയുടെ പുസ്തകവും സദൃശവാക്യങ്ങളുമാണ് ജ്ഞാനികൾ അഥവാ ജ്ഞാനപുസ്തകങ്ങളെന്ന് അറിയപ്പെടുന്നത്. എന്നാൽ 49 സങ്കീർത്തനം അതുപോലെ തന്നെ ഒരു ജ്ഞാനവാക്യങ്ങളാണത്. കാരണം പരിജ്ഞാനത്തോടെ മനസ്സിലാക്കേണ്ടതായ വാക്യങ്ങളാണത്. 49 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണല്ലോ. അവർ പറയുന്നത്, ഇൻ ദ ആൻസർ ടു മോസ്റ്റ് പെർപ്ലക്സിങ് പ്രോബ്ലം ഇൻ ലൈഫ്, ജീവിതത്തിലെ ഏറ്റവും ചിന്തിക്കേണ്ടതും ഗൗരവമായി കണക്കാക്കേണ്ടതായ ഒരു വിഷയത്തിനുള്ള ഉത്തരമാണ് ഈ സങ്കീർത്തനത്തിലുള്ളത് എന്നാണ് പറയുന്നത്. ഞാൻ 4-ാമത്തെ വാക്യപ്രകാരമാണ്, ഞാൻ സദൃശവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. കടങ്കഥ എന്നിവിടെ പറയുന്നത് ഏറ്റവും ജ്ഞാനമുള്ളതായൊരു വചനം. കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയത്തിനുള്ളതായ ഉത്തരമാണ്, എന്താണെന്നതിനുള്ളതായ പരിഹാരമെന്നും എന്താണെന്ന് അറിയുവാനുമാണ് ഈ സങ്കീർത്തനമെന്നാണ് കോരഹപുത്രന്മാർ പറയുന്നത്. എന്താണ് ആ വിഷയം? ഏറ്റവും ദ മോസ്റ്റ് പെർപ്ലക്സിങ് പ്രോബ്ലം എന്താണ്? എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയത് അഥവാ ഏറ്റവും വിലയേറിയതായ ചിന്ത ഏതാണ് വാസ്തവത്തിൽ? ആ ചിന്ത അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ 20-ാമത്തെ വാക്യവും അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്നു. ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല, മരിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുന്നു. 20-ാമത്തെ വാക്യം വായിക്കാം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മനുഷ്യൻ മൃഗതുല്യനായിട്ട് മരിക്കുന്നു അഥവാ നശിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് പദവിയുണ്ടായിരുന്നു, സ്ഥാനമുണ്ടായിരുന്നു, മാനമുണ്ടായിരുന്നു, എല്ലാ അധികാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ മരണസമയത്തേക്ക് വരുമ്പോൾ അവൻ മാനമില്ലാത്തവനായിട്ട് മരിക്കുന്നു.
ഏറ്റവും ഹീനനായിട്ട് മരിക്കുന്നു. ജീവിച്ചിരുന്ന കാലത്ത് സ്ഥാനവും മാനവും പദവിയും, പക്ഷേ മരണസമയത്തേക്ക് വരുമ്പോൾ മൃഗതുല്യനായിട്ട് മരിക്കുന്നു. എന്നാൽ മറ്റൊരു തരത്തിലുള്ളതായ മരണമുണ്ട്, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മൃഗതുല്യനായിട്ട് പോകുന്നത് എപ്പോഴാണ് മനുഷ്യൻ മൃഗത്തെപ്പോലെയായി പോകുന്നത്? 22-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ മനുഷ്യൻ മൃഗതുല്യനായിട്ട് തീരുന്ന സന്ദർഭം അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. 22-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. അതാരെക്കുറിച്ചാണ് പറയുന്നത്? ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തെ, അതിനെക്കുറിച്ചുള്ളതായ ദാവീദിൻ്റെ പ്രവചന സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. കർത്താവിൻ്റെ ക്രൂശ് മരണം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആരെല്ലാമാണ് കർത്താവിനെ ക്രൂശിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്? അക്കാലത്തെ മഹാപുരോഹിതന്മാർ, പുരോഹിത വർഗം, സഭയിലെ പ്രമാണികൾ, സമൂഹത്തിലെ ഉന്നതന്മാർ, അതുപോലെ തന്നെ സാമാന്യ ജനവും കർത്താവിനെ ക്രൂശിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. അവരവനെ കുറ്റം വിധിച്ചു, അവനെക്കൊണ്ട് കുരിശ് ചുമപ്പിച്ചു. ഈ പ്രമാണികളും സ്ഥാനികളും എല്ലാവരും കർത്താവിൻ്റെ ചുറ്റും കൂടിയിരുന്നു. ദൃഷ്ടാന്തമായിട്ട്, അഥവാ പ്രവചനാത്മാവിൽ ദാവീദ് പറയുകയാണ്. എന്താണ് ഒന്നുകൂടെ വായിച്ചുക നമുക്ക്? 12-ാമത്തെ വാക്യം. അനേകം കാളകൾ എന്നെ വളഞ്ഞു. ആരാണ് കാളകൾ? അനേകം ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു? കർത്താവായ യേശുവിനെ ക്രൂശിക്കാനായി ചുറ്റും കൂടിയതായ സഭയിലെയും സമൂഹത്തിലെയും ഉന്നതന്മാരെ ദൈവാത്മാവ് കാണുന്നത് മൃഗങ്ങളായിട്ടാണ്, മൃഗതുല്യരായിട്ടാണ്. കാളകളായിട്ടും ബാശാൻ കൂറ്റന്മാരുമായിട്ടാണ് അവരെ കാണുന്നത്. കാരണം അവർ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നു, ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ട് നിൽക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിനവ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കെതിരായിട്ട് നിൽക്കുന്നതായ അധികാരവർഗത്തെ ആത്മാവ് കാണുന്നത് കാളകൾ അഥവാ മൃഗങ്ങളായിട്ടാണ് കാണുന്നത്. മൃഗതുല്യരെന്നാണ് അവരെ കാണുന്നത്. മറ്റൊന്ന് നാം ഇവിടെ വായിച്ചതാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ മരിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളും എല്ലാം മൃഗതുല്യമായിട്ട് പോവുകയാണ്. മൃഗങ്ങളുടെ ചിന്തയിലേക്ക് അഥവാ മൃഗീയ വാസനയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോവുകയാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. സ്നേഹിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായ വിവേകത്തോടെയുള്ളതായ പെരുമാറ്റം മൃഗത്തിനില്ലല്ലോ. മനുഷ്യനും അതുപോലെ തന്നെ അധപ്പതിച്ചു പോകുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വലിയ പദവികളിലെല്ലാം ഇരിക്കുന്ന ആളുകൾ, ഉന്നത സ്ഥാനത്തെല്ലാം ഇരിക്കുന്ന ആളുകൾ എത്ര ഹീനമായിട്ട് അധപ്പതിക്കുന്നത് ഇക്കാലത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സ്വഭാവത്തിൽ ഹീനത വരുന്നു, കൗശലം വരുന്നു, വഴിവഴുപ്പ് വരുന്നു, വ്യാജം വരുന്നു, കള്ളത്തരം വരുന്നു, വഞ്ചന വരുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ അഭിമാനം കവർന്നെടുക്കുന്നു, മറ്റുള്ളവരെ വഞ്ചിക്കുന്നു. അഥവാ ഈ ഭൂമിയിൽ മാന്യനായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ മുന്നോട്ടുള്ള ഗതി നോക്കിയാൽ അവസാനത്തോടടുക്കുമ്പോൾ അവർ മാനഹീനരായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. വേറെ ചിലരുണ്ട്, അവരെ ഭൂമിയിൽ ജീവിക്കുമ്പോഴെല്ലാം ഉന്നതന്മാരാണ്, പദവിയുണ്ട്, ഇതുപോലെ വചനം പറയുന്നവരായിരിക്കും. അതേ ആ വചനം പറയാൻ വേണ്ടി ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അവർ ആത്മാവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല, ആത്മാവ് ജീവനിലേക്ക് വന്നിട്ടില്ല. അവരെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മാനത്തിൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സഹോദരീ സഹോദരന്മാരെ, നാം എന്താണ് വായിച്ചത്? മനുഷ്യൻ എപ്പോഴെല്ലാമാണ് മൃഗതുല്യനായിട്ട് പോകുന്നത്? അവൻ ദൈവത്തിൽ നകലുന്നു, സുവിശേഷത്തിൽ നകലുന്നു, വചനത്തിന് വിരുദ്ധനാകുന്നു, വചനത്തോട് പ്രിയമില്ലാത്തവനാകുന്നു. രണ്ടാമത്, അവൻ എല്ലാ പദവിയും അവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു.
മരണമടുക്കുമ്പോൾ അഥവാ അവസാനത്തോടടുക്കുമ്പോൾ അവനൊരു അവനൊരു മാന്യത നഷ്ടപ്പെട്ടു പോകുന്നു. വേറെ ചിലർ പദവികളെല്ലാം അലങ്കരിക്കും, പക്ഷേ മാന്യതയുണ്ടാവില്ല, വിവേകമുണ്ടാവില്ല. മാന്യതയില്ലാതെ മനുഷ്യൻ അസ്തമിച്ചു പോകുന്നു. വേദപുസ്തകം പറയുന്നു, 2 തരത്തിലുള്ള മരണത്തെക്കുറിച്ച് വേദപുസ്തകം ഓർപ്പിക്കുന്നുണ്ട്. മൃഗതുല്യനായ മരണം, 116 സങ്കീർത്തനം. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വിലയേറിയവനായിട്ട് മരിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ അതേസമയം മനുഷ്യൻ വില കുറഞ്ഞവനായിട്ട് മൃഗതുല്യനായിട്ട് മരിക്കുന്ന അവസ്ഥയുണ്ട്. ആരാണ് വിലയേറിയതായ മരണം? ആർക്കാണ് വിലയേറിയതായ മരണം? അത് ഈ ലോകത്തിലെ ഉന്നതന്മാർക്കല്ല. ഈ ലോകത്തിലെ പദവിയോ സ്ഥാനമോ വലിയ സ്ഥാനമാനങ്ങളെല്ലാം ലഭിച്ചവരും വിലയേറിയ മരണമല്ല. ദൈവത്തിൻ്റെ മുമ്പാകെ അവരുടെ മരണം വിലയേറിയതാകണമെന്നില്ല. പദവി കൊണ്ട് മാത്രം, അവരുടെ കൈമിടുക്കുകൊണ്ടോ അവർ നേടിയ ജ്ഞാനം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒരു വ്യക്തിയുടെ മരണം വിലയേറിയതാകണമെന്നില്ല. സമൂഹ മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പാകെ മരണം വിലയേറിയതാകുന്നത് വിലയേറിയ വീണ്ടെടുപ്പുള്ളവരുടെ മരണമാണ്. അവൻ സാധാരണക്കാരനായിരിക്കും, പക്ഷേ അവരുടെ ആത്മാവ് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അവർ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം, അഥവാ മാനസാന്തരപ്പെട്ടവനായിരിക്കണം. ക്രിസ്തു അവന് വില കൊടുത്ത് മേടിച്ചതായിരിക്കണം. കർത്താവായ യേശുവിൻ്റെ രക്തത്തിനാണ് വിലയേറിയ രക്തമെന്ന് പറയുന്നത്. ആ രക്തം കൊടുത്ത് മേടിച്ചവരുടെ മരണം വിലയേറിയ മരണം തന്നെയാണ്. മൃഗതുല്യനായിട്ടല്ല അവർ മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ധനവാന്മാരുടെ കാര്യം അങ്ങനെ. ധനമുള്ളത് കൊണ്ട് മാത്രം ആരും വിലയേറിയ മരണമുണ്ടാകുന്നില്ല. വിലയേറിയ മരണം വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ളതാണ്. ലോകത്തിലെ മനുഷ്യൻ പല വിധത്തിലായിട്ട് ജീവിച്ചു പോകുന്നു. ആശയ്ക്ക് വകയില്ലാതെ ജീവിക്കുന്ന ഒരു കാലം, ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം നാം വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് പറയുന്നുണ്ട്. 36-ാമത്തെ വാക്യം വായിക്കാം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അനേകം പേര്, ഉന്നതന്മാർ, ധനവാന്മാർ, സ്ഥാനമുള്ളവർ, അവർ വിലയേറിയവരായിട്ട് ജീവിക്കുന്നു. പക്ഷേ മരണമെടുക്കുമ്പോൾ അവരുടെ മാന്യത നഷ്ടപ്പെടുന്നു. അവർ മുന്നോട്ട് പോകുന്തോറും അവരുടെ വിവേകം കുറഞ്ഞു വരുന്നു. അവർ മൃഗതുല്യരായിട്ട് വാക്കും പെരുമാറ്റമെല്ലാം ഉണ്ടാകുന്നു. എന്നാൽ സാധാരണക്കാരായ മനുഷ്യരോ അവർ എന്തു ചെയ്യണമെന്നറിയാതെ ചിന്നിയവരും കുഴഞ്ഞവരുമായിട്ട് ജീവിക്കുന്നു. മദ്യത്തിലും വിനോദ കേന്ദ്രങ്ങളിലും മാത്രമല്ല, വീടിൻ്റെ അകത്തളങ്ങളിൽ ആശയ്ക്ക് വകയില്ലാതെ വളരെ കൂട്ടം ആളുകൾ കഴിഞ്ഞുകൂടുന്നു. എന്താണ് പരിഹാരം? ഭവനത്തിൽ ഭിന്നതയാണ്, ഭവനത്തിൽ ഐക്യമില്ല. എന്താണ് പരിഹാരം? ആരാണ് പരിഹാരം തരിക? ഏത് വാതിലാണ് തുറന്നു കിട്ടുക? ആരാണൊന്ന് കരം പിടിച്ച് കയറ്റുക? ആശയ്ക്ക് വകയില്ലാതെ സാധാരണക്കാരായ ആളുകൾ ഈ ലോകത്തിലെ വിനോദ കേന്ദ്രങ്ങളിലും മദ്യത്തിലുമെല്ലാം അഭയം തേടുന്നതായ കാഴ്ചയെ നമുക്ക് കാണാം. കർത്താവ് പറയുന്നുണ്ട്. എന്താണ് കർത്താവ് പറയുന്നത്? അതിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കാം. അങ്ങനെ ആശയ്ക്ക് വകയില്ലാത്തവരെ എന്തു ചെയ്യണം? തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അങ്ങനെയുള്ളവരെ സുവിശേഷത്തിലേക്ക് കൊയ്തെടുക്കണം. അങ്ങനെ നിസ്സഹായരെ, എന്ത് ആശയ്ക്ക് വകയില്ലാത്തവരെ, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ലാത്തവരെ, എന്താണ് കലഹത്തിന് പരിഹാരം, മദ്യപാനം എങ്ങനെ മാറും, ഈ മൃഗീയ ചിന്ത എങ്ങനെ മാറും, കൊലപാതക വാസന എങ്ങനെ മാറും, നിരാശ എങ്ങനെ മാറും എന്ന് അറിവില്ലാത്തവരോട് സുവിശേഷം പറഞ്ഞ് അവരെ പ്രത്യാശയുള്ളവരാക്കണം. അതുകാരണമാണ് അവിടെ കൊയ്തെടുക്കുക എന്ന് പറയുന്നത്. അതിനാണ് കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിന് ആളുകളെ അയക്കണമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ കൊയ്തെടുക്കുക എന്ന് കർത്താവിടെ പറയുന്നത് അവനെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരിക, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. ശലോമോൻ അവിടെ ഓർപ്പിക്കുകയാണ്. ശലോമോൻ പറയുന്നു, കൊലയ്ക്ക് കൊണ്ടുപോകുന്നവർ, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക എന്ന് പറയുന്നു.
എന്താണ് അതിൻ്റെ പിന്നിലുള്ളതായ ഒരു രാജാവെന്ന നിലയ്ക്ക് ശലോമോൻ്റെ അതിൻ്റെ പിന്നിലുള്ള ആഗ്രഹം എന്താണ്? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. അതാണ് രാജാവായ ശലോമോൻ്റെ ആഗ്രഹം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം എന്താണ്? കർത്താവിൻ്റെ ആഗ്രഹം നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് ശലോമോൻ പറയുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത്, ഒരു കുറ്റവാളി പോലും നശിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, അതാണ് 49 സങ്കീർത്തനം 8 വാക്യം. അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ശലോമോൻ പറയുന്നു ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന്. എന്നാൽ യേശുവിൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്നു ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത്. ഈ ലോകത്തിലെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു കൊലപാതകൻ പോലും നരകത്തിൽ പോകരുത്. അതാണ് യേശുവിൻ്റെ ആഗ്രഹം. അതാണ് യേശുവിൻ്റെ സുവിശേഷം നമുക്ക് തരുന്ന വാഗ്ദത്തം. ലോകം കുറ്റവാളി എന്ന് മുദ്ര കുത്തിയവൻ പോലും കുറ്റവാളിയായി മരിക്കാനിട വരരുത്. റോമാലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. വായിക്കാം നമുക്ക്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം. അതാണ് ലോകനീതിയും സുവിശേഷം തരുന്ന നീതീകരണവും തമ്മിലുള്ള വ്യത്യാസം. ജനത്തെ അത്രമാത്രം സ്നേഹിച്ച സോളമൻ രാജാവ് പറഞ്ഞു ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. അവനെ അവസാനമായി അവനെ വധശലതയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ മുമ്പിൽ കാഹളം ഊതിച്ച് വിളിച്ചു പറയും, എന്തെങ്കിലും തെളിവുണ്ടോ? ഈ മനുഷ്യനെ വെറുതെ വിടാൻ എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ തെളിവ് പറയാനുണ്ടോ? ഈ മനുഷ്യൻ കുറ്റവാളിയല്ല എന്ന് തെളിയിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് ശലോമോൻ. ആ രാജനീതി അതാണ്. എന്നാൽ കരുണയുള്ള കർത്താവ് എന്ത് പറയുന്നു? ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത്. നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അടുത്ത വാക്യം കൂടെ നമുക്ക് വായിക്കാം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം. ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത്. ഈ ലോകം കുറ്റം വിധിച്ചവൻ പോലും ശിക്ഷിക്കപ്പെടരുത്, നരകത്തിൽ പോകരുത്. കാരണം അവനെ രക്ഷിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവന് വേണ്ടി മരിച്ചു എന്നുള്ളതായ സത്യം ഒരു കുറ്റവാളി അറിയണം. ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേക തരത്തിലുള്ളതായ കുറ്റങ്ങൾ ചെയ്തവരായിരിക്കാം. വേണ്ടാതിനങ്ങൾ ധാരാളം ചെയ്തതായിരിക്കാം. നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയായിരിക്കാം. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു കുറ്റവാളിയായിരിക്കാം. ഒരുപക്ഷെ സ്ത്രീത്വത്തെ അപമാനിച്ചവനായിരിക്കാം. ഏറ്റവും ഹീനമായ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് അതിദോഷം വരുത്തിയവനായിരിക്കാം. പക്ഷേ നിന് പോലും ശിക്ഷിക്കപ്പെടരുത്. അതാണ് സുവിശേഷം. നിനക്കെന്താണ് പരിഹാരം? അതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പ്രിയപ്പെട്ടവരെ, അന്ന് ചരിത്രം വിളിച്ചു പറഞ്ഞു ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. എന്നാൽ സുവിശേഷം വിളിച്ചു പറയുന്നു ഒരു കുറ്റവാളി പോലും അവൻ നരകത്തിൽ പോകരുത്, ഒരു കുറ്റവാളി പോലും നശിച്ചു പോകരുത്. അവന് വേണ്ടി യേശു മരിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ക്രിസ്തുവിനെ വിളിക്കൂ. നിങ്ങൾ ആ യേശുവിലേക്ക് വരൂ. ആ ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകിയെ നിങ്ങൾ വിശ്വസിക്കൂ. അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ഏറ്റു പറയൂ. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എൻ്റെ പാപം പരിഹരിക്കപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായു കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നല്ല ദൈവമേ, കാരുണ്യവാനേ, സുവിശേഷത്തിൻ്റെ മർമ്മം നിൻ്റെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. രക്ഷിക്കാൻ കരം നീട്ടണമേ, സഹായിപ്പാൻ കരം നീട്ടണമേ. ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടണമേ. യേശുവിൻ്റെ നാമം മഹത്വം എടുക്കണമേ.
നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.